സോ അതുകൊണ്ടാണ് ബോഡി ഷെയ്മിങ് നടക്കുന്നത്. അതായത് ഒരാളുടെ ഫിസിക്കൽ അപ്പിയറൻസിനെ ബേസ് ചെയ്ത് അയാളെ കളിയാക്കുകയോ വിമർശിക്കുകയോ അല്ലെങ്കിൽ മോശമായിട്ട് ചിത്രീകരിക്കുകയോ ചെയ്യുന്ന ആക്ടിനെയാണ് നമ്മൾ ബോഡി ഷെയ്മിങ് എന്ന് പറയുന്നത്. ഇവിടെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ബോഡിയെ ആളുകൾ ഐഡിയലായിട്ട് കാണുകയും അതിനെ ഒരു നോമാക്കി വെച്ചുകൊണ്ട് സൊസൈറ്റി മീഡിയയും അട്രാക്റ്റീവ് എന്നാൽ ഇതാണ് എന്നൊരു ലേബൽ അതിനെ പ്രസന്റ് ചെയ്യുകയും ചെയ്യുന്നു. ഈ പർട്ടിക്കുലർ നോമിൽ പെടാത്ത ആളുകളെ അവരുടെ വണ്ണത്തിന്റെയും നിറത്തിന്റെയും ഉയരത്തിന്റെയും ശബ്ദത്തിന്റെയും മുടിയുടെയും ഫിസിക്കൽ ഡിസബിലിറ്റീസിന്റെയും പേരിൽ ബോഡി ഷെയ്മിങ് ചെയ്യുന്നു. ഈ ഒരു ഷെയ്മിങ് കാരണം അവരെ തന്നെ എങ്ങനെ കാണുന്നു എന്നതിനെയും മറ്റുള്ളവർ അവരെ എങ്ങനെ കാണുന്നു എന്ന അവരുടെ ചിന്തയെയും എല്ലാം നെഗറ്റീവായിട്ട് ബാധിക്കുന്നു. ഒബ്ജക്ടിഫിക്കേഷൻ തിയറിയിലൂടെ ബാർബറ ഫെഡറിക്സണും ടോമി ആൻഡ് റോബർട്ട്സും പറയുന്നത് ആൾക്കാരെ അവരുടെ അപ്പിയറൻസ് വെച്ച് മാത്രം വിലയിരുത്തുന്ന ഒരു കൾച്ചറൽ സിസ്റ്റത്തിന്റെ ഭാഗമാണ് ബോഡി ഷേമിംഗ് എന്നാണ്. അതേപോലെ ആൾക്കാരെ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു കാഴ്ച വസ്തുവായിട്ട് മാത്രം കാണുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ഇത് കാരണം ആൾക്കാർ എപ്പോഴും അവരുടെ സ്വന്തം ബോഡിയെ പറ്റിയിട്ട് ഓവർ കോൺഷ്യസ് ആവുകയും ജഡ്ജ് ചെയ്യപ്പെടാനുള്ള ഒരു സർഫസ് ആയിട്ട് ബോഡിയെ കാണുകയും അതേപോലെ തന്നെ അതിനെ എപ്പോഴും കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അങ്ങനെ മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്ന് ഓർത്ത് ആളുകൾക്ക് സ്വന്തം ശരീരത്തോട് നാണക്കേടും പേടിയും അപകർഷതാബോധവും ഒക്കെ തോന്നി തുടങ്ങും. ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്തെന്നാൽ ഈ ബോഡി സ്റ്റാൻഡേർഡ്സ് ഒന്നും ഫിക്സ്ഡ് അല്ല. അതേപോലെ തന്നെ കാലത്തിന്റെയും സ്ഥലത്തിന്റെയും അനുസരിച്ച് മാറി മാറി വരുന്ന ഒരു കൾച്ചറൽ സ്ക്രിപ്റ്റ് പോലെയാണ് ബോഡി ഷേമിംഗ് വർക്ക് ചെയ്യുന്നത്. എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ 15th 16th സെഞ്ചുറി ഇംഗ്ലണ്ടിൽ എക്സ്ട്രീം പെയിൽനെസ്സും ലാർജ് ഫോർഹെഡും ആയിരുന്നു ഐഡിയൽ ഫീമെയിൽ ബ്യൂട്ടി സ്റ്റാൻഡേർഡ്. സോ നെറ്റി കയറിയ സ്ത്രീകളെ ആയിരുന്നു അവർ ബ്യൂട്ടിഫുൾ അല്ലെങ്കിൽ ഐഡിയൽ ആയിട്ട് കണ്ടിട്ടുള്ളത്. മറിച്ച് ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ഏൻഷ്യൻ സമയത്ത് ഫീമെയിൽ ബ്യൂട്ടിയുടെ മെയിൻ ആയിരുന്നു ലോങ് ഹെയർ എന്ന് പറയുന്നത്. യു ക്യാൻ സീ ദ കോൺട്രാസ്റ്റ് ഹിയർ. മ്യാൻമാറിൽ ലോങ് നെക്സ്, വെസ്റ്റ് ആഫ്രിക്കയിലെ ബിഗർ ബോഡീസ്, വിക്ടോറിയൻ ഇംഗ്ലണ്ടിലെ ഫ്രജൈൽ സിക്ലി ലുക്ക്, ഇങ്ങനെ എല്ലായിടത്തും ഓരോ ടൈമിലും ഓരോ ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് ആയിരിക്കും ഐഡിയൽ. അതായത് ഒരു കൾച്ചറിൽ ഐഡിയൽ അല്ലെങ്കിൽ അട്രാക്റ്റീവായിട്ട് കാണുന്ന ഫിസിക്കൽ അപ്പിയറൻസ് ഉള്ള ഒരാൾ മറ്റൊരു കൾച്ചറിൽ ബോഡി ഷെയ്മിങ് ഫേസ് ചെയ്യപ്പെടേണ്ടി വന്നേക്കാം. ഇങ്ങനെ മാറി മാറി വരുന്ന ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് നമുക്ക് കാണിച്ചു തരുന്നത് ഇത് നാച്ചുറൽ അല്ല, മറിച്ച് വെറും ഒരു സോഷ്യൽ കൺസ്ട്രക്ട് മാത്രമാണ് എന്നാണ്. അഡ്വർടൈസ്മെന്റ്, സിനിമകൾ, ഫാമിലിയുടെ കമന്റ്സ്, സ്കൂളിൽ ചിലരുടെ തമാശകൾ, ഇതൊക്കെ ഇത്തരം ക്രിയേറ്റ് ചെയ്തെടുത്ത ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സിനെ റിഫ്ലക്ട് ചെയ്യുകയും മാഗ്നിഫൈ ചെയ്യുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ ശരിക്കും ആളുകൾ ബോഡി ഷേമിങ് ചെയ്യാൻ കാരണം ഇത് നോർമൽ അല്ലെങ്കിൽ ഹാംനെസ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് കാണുന്നത് കൊണ്ടാണ്. കൂടാതെ സൊസൈറ്റി പറയുന്ന സ്റ്റാൻഡേർഡ്സിനോട് ഫിറ്റ് ആകുമ്പോൾ അവർക്ക് അപ്രൂവൽ, അറ്റൻഷൻ അല്ലെങ്കിൽ സ്റ്റാറ്റസ് റിവാർഡായിട്ട് കിട്ടുകയും ചെയ്യും. ഇതിലൂടെ ശരിക്കും കളിയാക്കാനുള്ള ടാർഗറ്റ്സിനെ ക്രിയേറ്റ് ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത്, അതിനെ കണ്ടിന്യൂസ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുകയും ഈ ഒരു സ്ക്രിപ്റ്റിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇനി വരുന്ന ജനറേഷനെ ട്രെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്.